സയ്യിദ് മുസ്തഖ് അലി ട്രോഫി ടൂർണമെന്റിൽ കരുത്തരായ മുംബൈക്കെതിരെ തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ് കേരളം. 15 റൺസിന്റെ വിജയമായിരുന്നു കേരളം സ്വന്തമാക്കിയത്. ഈ സീസണിൽ കേരളത്തിന്റെ മൂന്നാം വിജയമാണിത്. 3 മത്സരങ്ങൾ വിജയിച്ച കേരളം 12 പോയിന്റ് നേടിക്കഴിഞ്ഞു. ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈക്കെതിരെ ടോസ് നേടി ആദ്യം കേരളം ബാറ്റിങ്ങിന് ഇറങ്ങുകയായിരുന്നു. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസാണ് കേരളം നേടിയത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈയെ 19-ാം ഓവറിന്റെ 2-ാം പന്തിൽ തന്നെ 163 റൺസിന് കേരളം പുറത്താക്കുകയായിരുന്നു. അങ്ങനെ സഞ്ജുവും കൂട്ടരും ഈ ഒരു സീസണിൽ ഒരു മികച്ച വിജയം തന്നെ കരുത്തരായ മുംബൈക്കെതിരെ നേടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. കേരളത്തിനു വേണ്ടി കേരളത്തിന്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്ന് കണ്ടത്. പ്രത്യേകിച്ച് കേരള ബാറ്റിംഗ് നിരയിൽ ടോപ്പ് സ്കോററായി മാറിയതും സഞ്ജു തന്നെയാണ്. 28 പന്തുകളിൽ നിന്നും 46 റൺസാണ് സഞ്ജു നേടിയത്. 8 ഫോറുകളും ഒരു സിക്സറും അടങ്ങുന്ന മനോഹരമായ ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യ സ്ക്വാഡിൽ ഇടം നേടിയതിനു ശേഷമുള്ള സഞ്ജുവിൻ്റെ ഒരു ബാറ്റിംഗ് വെടിക്കെട്ടാണ് കേരളത്തിന് വേണ്ടി മുംബൈക്കെതിരെയുള്ള മത്സരത്തെ കണ്ടത്. സഞ്ജുവിനെ കൂടാതെ ഷറഫുദ്ദീനും അസറുദ്ദീനും മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഷറഫുദ്ദീൻ 15 പന്തുകളിൽ നിന്നും 32 റൺസ് നേടിയപ്പോൾ അസറുദ്ദീൻ 25 പന്തുകളിൽ നിന്നും 32 റൺസ് നേടി. 40 പന്തിൽ നിന്ന് 43 റൺസ് നേടിയ വിഷ്ണു വിനോദും മികച്ച സംഭാവന തന്നെയാണ് നൽകിയത്. അങ്ങനെ ഈ 4 ബാറ്റർമാരുടെ മികച്ച ബാറ്റിങ്ങിലൂടെ കേരളം മുംബൈക്കെതിരെ 179 എന്ന വിജയലക്ഷ്യമായിരുന്നു വച്ചിരുന്നത്. അതേസമയം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളായ രോഹൻ കുന്നുമേനും സൽമാൻ നിസാനും ബാസിദിനും ഈ ഒരു മത്സരത്തിൽ ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. രോഹൻ 2 റൺസും സൽമാൻ 1 റൺസും ബാസിദ് 8 റൺസുമാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈയിലെ ശക്തമായ ബാറ്റിംഗ് നിരക്കെതിരെ കേരളത്തിൻ്റെ ബൗളർമാർ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. പ്രത്യേകിച്ച് ഏറെ അപകടകാരിയായി മാറിയത് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കേരളത്തിന് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച KM ആസിഫായിരുന്നു. മുംബൈയുടെ 5 വിക്കറ്റുകളാണ് താരം നേടിയത്. ആസിഫിനെ കൂടാതെ വിഘ്നേഷ് പുത്തൂർ 2 വിക്കറ്റും MD നിതീഷും ഷറഫുദ്ദീനും ബാസിദിനും ഓരോ വിക്കറ്റ് വീതം നേടുകയുണ്ടായി. എന്തായാലും കേരളത്തിനെതിരെ മുംബൈയുടെ ടോപ്പ് സ്കോററായി മാറിയത് സർഫസ് ഖാനാണ്. 52 റൺസാണ് താരം നേടിയത്. അതേപോലെ തന്നെ അജിങ്ക്യ രഹാനെയും സൂര്യകുമാർ യാദവും 32 റൺസ് വീതം നേടുകയുണ്ടായി. ശിവൻ തുമ്പയ്ക്ക് 11 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ കേരളം സീസണിൽ 3-ാം വിജയം നേടി 12 പോയിന്റോടുകൂടി മുന്നിട്ട് നിൽക്കുകയാണ്. കേരള ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.